ഹലോ ഗൈസ്, മോർണിംഗ് ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്യാൻ നോക്കി. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഡാബർ ആംല എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തലയിലോട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് എന്നിട്ട് ഒരു ഉണ്ടക്കിട്ട് കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ പോകാനുള്ള ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. എന്നിട്ട് ഓടിപ്പോയി കുളിച്ച് ഫ്രഷായി വന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞാൽ രാസ്നാദി പൊടി തലയിൽ തിരുമാറുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാനൊരു കമ്മലിട്ടില്ല എന്ന്. അങ്ങനെ കമ്മൽ മേടിച്ച് പുതിയ കമ്മലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് സെറ്റാണോ എന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി ഒരുങ്ങിയ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ചേട്ടൻ അവൻ്റെ ഇടയിൽ വന്നു. പിന്നെ ചേട്ടനെ ഞാൻ അതിൽ കയറ്റി നിർത്തി നന്നായിട്ട് വീഡിയോ നമ്മളെടുത്ത്. അത് കഴിഞ്ഞ് വീട് പൂട്ടി ഞങ്ങൾ നേരെ താഴോട്ടാണ് പോയത്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ താഴെയാണ് ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ കാറ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോവുകയാണ്. വണ്ടി എടുത്തപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചാൽ വിഘ്നേശ്വരൻ്റെ ഒരു വിഗ്രഹം ഞങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ചു. അതാണത്. പിന്നെ ഞങ്ങൾ ഇതാണ് നമ്മുടെ UK റോഡുകൾ. അപ്പോൾ റോഡ് കാണിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ സൺഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വണ്ടിയിലൊരു ഹാങ്ങിങ് ആണ്. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി മേടിച്ചതാണ്. ഇത് ഞങ്ങളുടെ ഫോട്ടോയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ വണ്ടിയിലെ കണ്ണാടിയിൽ എൻ്റെ മുഖം ഒന്ന് നോക്കാൻ നോക്കിയപ്പോൾ മൂക്കുത്തിക്ക് എന്തോ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അത് നോക്കിയപ്പോൾ നിങ്ങളെ റോഡ് ഒന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കുറേ സ്ഥലത്ത് പച്ചപ്പും ഹരിതാപമൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വീടുകളെല്ലാം ഇങ്ങനെയാണ് UK ഓൾമോസ്റ്റ് ഇരിക്കാറുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മൾ വന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഈസ്റ്റ് ഹാം. ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് മനസ്സിലാവും. നമുക്ക് ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതേപോലെ തന്നെയാണ് ഏകദേശം ഒത്തിരി മലയാളി കടകളെല്ലാം റോഡിൻ്റെ ഇരു സൈഡുകളിലായിട്ടും കടയൊക്കെയാണ്. ഇതാണ് നമ്മുടെ അമ്പലം. ഇവിടെയാണ് ഞങ്ങളിന്ന് വന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും പാർക്ക് ചെയ്യുന്നത് നമുക്ക് റോഡിൽ നാട്ടിൽ പാർക്ക് ചെയ്യുന്ന കണക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളതിന് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സൺഡേ ആണ്. സൺഡേ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു അമ്പലത്തിലോട്ട് കയറുന്ന വഴിക്കുള്ള കടകളാണ് ഇതെല്ലാം. നല്ല തിരക്കായിരുന്നു, കാരണം സൺഡേ ആണല്ലോ. ഞാനൊരു അർച്ചനയ്ക്ക് പറഞ്ഞു എൻ്റെ തട്ടം മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് കയറി. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എന്നിട്ട് ഞാൻ നേരെ കുറിയൊക്കെ തൊട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ വീഡിയോ എടുത്തു. ചേട്ടന് ഞാനാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ആ വീഡിയോ എവിടെയാണെന്ന് നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ വീഡിയോ കണ്ടില്ല. ഇനി എടുക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാനാണ് പോയത്. ഇവിടെ പോയാലും ഫുഡ് മുഖ്യം ബിഗ്ലേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇഡ്ഡലി വേണം നോക്കി. പക്ഷേ അവർ പറഞ്ഞു അത് ഈവനിങ്ങേ കിട്ടത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ചിക്കൻ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ചേട്ടനാണെങ്കിൽ നാട്ടുകോഴി ബിരിയാണി ഓർഡർ ചെയ്തു. ചേട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടി കയറി തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ കടകൾ കാണിക്കുന്നില്ല. ഒരു കട സൂം ചെയ്യുന്നുണ്ട്. ആ കടയിലാണ് ഞങ്ങൾ കയറി കഴിച്ചത്. പക്ഷേ നല്ല കടയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈസ്റ്റ് ഹാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈസ്റ്റ് ഹാമിനോട് ഇവിടെ പറഞ്ഞു ഇന്നത്തെ ട്രിപ്പ് വൈൻഡ് അപ്പ്. ടാറ്റാ.